1979 വിപ്ലവത്തിനു ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള കർശന നടപടികളുമായി ഇറാൻ ഭരണകൂടം മുന്നോട്ടു പോകവെ 24 മണിക്കൂറിനകം ഇറാനിൽ US ആക്രമണം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഇറാനിൽ സൈനിക നടപടിക്ക് ട്രംപ് ഉറപ്പിച്ചുവെന്നും എങ്ങനെ എപ്പോൾ എന്നു മാത്രം തീരുമാനിച്ചാൽ മതിയെന്നും ഇസ്രയേൽ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് പലവട്ടം ട്രംപ് ഇറാന് താക്കീത് നൽകിയിരുന്നു. പ്രക്ഷോഭത്തിന്റെ സ്ഥിതി, യഥാർത്ഥ മരണസംഖ്യ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാൻ ട്രംപ് സുരക്ഷാ ക്യാബിനറ്റിനെ ചുമതലപ്പെടുത്തിയെന്നും റിപ്പോർട്ടുണ്ട്. അനുനയവുമായി ഖത്തർ രംഗത്തുണ്ടെങ്കിലും US ഇറാൻ നയതന്ത്രതല ചർച്ചകൾ നിർത്തിവെച്ചത് സംഘർഷഭീതി വർദ്ധിപ്പിക്കുന്നു. അതിനിടെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ പാടില്ലെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു. US വിഷയത്തിൽ ഇറാൻ ഉന്നത സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി അലി ലാരിരാജിനി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ ഥാനിയുമായി ചർച്ച നടത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കി UAE വിദേശകാര്യമന്ത്രിമാരുമായും ചർച്ച നടത്തി. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട 18,137 പേർ അറസ്റ്റിലായെന്നാണ് US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട്. പ്രക്ഷോഭകരുടെ മരണസംഖ്യ പുറത്തുവിടാത്ത ഇറാൻ 100-ലേറെ സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ട എന്നത് ഇന്നലെയും ആവർത്തിച്ചു. സുരക്ഷാ സേനയെ ആക്രമിച്ചെന്ന് കുറ്റസമ്മതം നടത്തുന്ന 100ഓളം യുവാക്കളെ TVയിൽ കാണിച്ചു. ഇവർ ഉപയോഗിച്ച ആയുധങ്ങളും പ്രദർശിപ്പിച്ചു. ഇസ്രയേൽ US പിന്തുണയോടെയാണ് കലാപകാരികൾ അക്രമം അഴിച്ചുവിട്ടത് എന്ന് അധികൃതർ ആരോപിച്ചു. സർക്കാർ നിർബന്ധിച്ചു നടത്തിയ കുറ്റസമ്മതങ്ങളാണിവയെന്നും വിവിധ മനുഷ്യാവകാശ സംഘടനകൾ പ്രതികരിച്ചു. മുൻപും പ്രക്ഷോഭകാലത്ത് ഇറാൻ TV സമാനമായ രീതിയിൽ നിർബന്ധിത കുറ്റസമ്മതങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിനിടെ ഡസൻ കണക്കിന് ഇറാൻ കുടുംബങ്ങൾ തുർക്കിയിലേക്ക് പലായനം തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട്. തുർക്കിയുടെ കിഴക്കൻ പ്രവിശ്യ അതിർത്തിയിലൂടെയാണ് ഇവർ എത്തിയത്. സർക്കാർ വിരുദ്ധ കലാപം തുടരുന്ന ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3400 കടന്നിട്ടുണ്ട്. ജനുവരി 8 മുതൽ 12 വരെ നടന്ന പ്രക്ഷോഭത്തിലാണ് ഇത്രയേറെ പേർ കൊല്ലപ്പെട്ടത്. പ്രക്ഷോഭം ശക്തമായ പ്രദേശത്ത് ഇന്റർനെറ്റ് അടക്കം നിരോധിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഇറാന്റെ അയൽ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. UAE, ഖത്തർ, തുർക്കി, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്. മുൻകരുതൽ എന്ന നിലയിൽ ഖത്തറിലെ സൈനിക താവളത്തിൽ USഉം ബ്രിട്ടനും ആളുകളുടെ എണ്ണം കുറച്ചു. പ്രക്ഷോഭകാരികളെ സഹായിക്കാൻ അമേരിക്ക സൈനികമായി ഇടപെടുകയാണെങ്കിൽ മേഖലയിലെ US സൈനിക താവളങ്ങൾ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈന്യത്തിൽ സൗകര്യമൊരുക്കുന്ന അയൽ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ്. ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണ നീക്കം. ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മേഖലയിലെ പ്രധാന US വ്യോമതാവളങ്ങളിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയതായി നയതന്ത്ര പ്രതിനിധികൾ വെളിപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ വർഷത്തെ മിസൈൽ ആക്രമണത്തിന് മുന്നോടിയായി നടന്നതുപോലെയുള്ള വലിയ തോതിലുള്ള സൈനിക പിന്മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാനിലെ സ്ഥിതിഗതികളിൽ സൈനികമായി ഇടപെടാൻ പ്രസിഡന്റ് ട്രംപ് തീരുമാനമെടുത്തതായാണ് ഇസ്രയേലിന്റെയും വിലയിരുത്തൽ. എന്നാൽ ഈ സൈനിക നടപടിയുടെ വ്യാപ്തിയോ സമയമോ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് ഇറാന്റെ നീക്കങ്ങളെ നിരീക്ഷിച്ചു വരികയാണെന്നും ഏതു നിമിഷവും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇറാന്റെ സൈനിക കരുത്തും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇസ്രയേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ സൈനിക ശേഷിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം 2000 ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ പർവ്വത മേഖലകളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ. കൂടാതെ ജനസാന്ദ്രതയേറിയ നഗരപ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻതോതിലുള്ള സാധാരണക്കാരുടെ മരണവും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.